ജമ്മു കശ്മീർ പഹൽഗാമിൽ ഇന്നലെ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ 27 പേർ കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ എറണാകുളം ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രനും ഉൾപ്പെടുന്നു. ഇദ്ദേഹത്തിന്റെ കുടുംബം സുരക്ഷിതരെന്ന വിവരം. ശ്രീനഗറിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ ദില്ലിയിൽ എത്തിച്ചതിനു ശേഷം സ്വദേശത്തേക്ക് കൊണ്ടുപോകും. സ്വാതി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സ്വാതി, ഏറെ ഞെട്ടലും ഭീകരതയും ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ മരിച്ചവരുടെ മൃതദേഹങ്ങൾ 27 മരണങ്ങൾ നിലവിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മരിച്ചവരുടെ മൃതദേഹങ്ങൾ ശ്രീനഗറിൽ എത്തിക്കും. അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷമായിരിക്കും സ്വദേശങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് നിലവിലെ സാഹചര്യം? കേസ് ഇപ്പോൾ NIA ആണ് അന്വേഷിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങളിലേക്ക്. ജമ്മു കാശ്മീരിലെ പെഹൽഗാം ഭീകരാക്രമണം വളരെ ഞെട്ടലോടെ തന്നെയാണ് രാജ്യം നോക്കുന്നത്. ഇപ്പോൾ മരണം ഏകദേശം 27 ആയതായാണ് ഔദ്യോഗികമായി വരുന്ന റിപ്പോർട്ടുകൾ. ഈ ആക്രമണത്തിൽ തന്നെ ഗുരുതരമായി പരിക്കേറ്റവരെയും ഹെലികോപ്റ്റർ മാർഗമായിരിക്കും ശ്രീനഗറിൽ എത്തിക്കുക. ഈ മുഴുവൻ പേരുടെയും മൃതദേഹ നടപടികൾ ശ്രീനഗറിൽ തന്നെ പൂർത്തിയാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷയും ശ്രീനഗറിലെത്തി ആദരാഞ്ജലികൾ അർപ്പിക്കും. എന്തായാലും ഈ ജമ്മു കാശ്മീർ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ വലിയ സുരക്ഷയാണ് ഈ അനന്തനാഗിൽ ഉൾപ്പെടെ പെഹൽഗാമിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഭീകരർക്കായുള്ള തെരച്ചിലടക്കം വളരെ ശക്തമായി തുടരുന്നതായി മനസ്സിലാക്കുന്നുണ്ട്. ഈ ജമ്മു കാശ്മീരിലെ സൈന്യവും അതോടൊപ്പം സേനയും ചേർന്നുകൊണ്ടുള്ള സംയുക്തമായ തെരച്ചിലാണ് നടക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. അതോടൊപ്പം തന്നെ ഈ മരിച്ചവരുടെ വിശദാംശങ്ങൾ ഇതിനോടകം തയ്യാറാക്കി വരുന്നതായി തന്നെ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അനന്തനാഗ് പോലീസും ശ്രീനഗറും അതോടൊപ്പം ഹെൽപ്പ് ഡെസ്ക് തുറന്നിട്ടുണ്ട്. ആക്രമണം നടത്തിയത് 7 ഭീകരരുടെ സംഘമാണ് എന്ന് സുരക്ഷാ സേന ഇതിനോടകം വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗറിലെത്തി. അമിത്ഷയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ ഉന്നതതല യോഗമടക്കം ശ്രീനഗറിൽ നടക്കുമെന്നാണ് മനസ്സിലാകുന്നത്. അതോടൊപ്പം ഈ മൃതദേഹങ്ങളിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനും മറ്റു നടപടിക്രമങ്ങളുടെ ഭാഗമായി തന്നെ മറ്റ് ലോക രാജ്യങ്ങളിലെ ലോക നേതാക്കളടക്കം പങ്കെടുക്കുമെന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ജമ്മു കാശ്മീരിൽ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും ആക്രമണമുണ്ടായ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ടായിരുന്നു. മണ്ണിടിച്ചിലുണ്ടായിരുന്ന റംബാനിലെ സന്ദർശനമൊക്കെയും വെട്ടിച്ചുരുക്കിയാണ് ഒമർ വൈകിട്ട് തന്നെ ശ്രീനഗറിൽ എത്തിയത്. ആക്രമണം നടന്ന പ്രദേശത്ത് തെരച്ചിലിനായി കരസേനയുടെ കമാൻഡോ സംഘത്തെ ഇതിനോടകം തന്നെ നിയോഗിച്ചിട്ടുണ്ട്. ഈ കർണാടക, മധ്യപ്രദേശ്, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്ന് വിനോദസഞ്ചാരികൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം ഒരു മലയാളി കൊല്ലപ്പെട്ടു എന്നുള്ള ഏറ്റവും ദാരുണമായ സംഭവം കേരളത്തെ സംബന്ധിച്ച് വലിയ ആഘാതവും ഞെട്ടലും ഉണ്ടാക്കുന്നതായിരുന്നു. ഗുജറാത്ത് സ്വദേശിനിയായിട്ടുള്ള വിനോദ് ഭട്ടിന് ഭീകരാക്രമണത്തിൽ പരിക്കേറ്റതായി മനസ്സിലാക്കുന്നുണ്ട്. അതിനിടെ തന്നെ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ അടക്കം രംഗത്ത് വന്ന സാഹചര്യം കൂടിയുണ്ട്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ ശക്തമായി തന്നെ അപലപിച്ചുകൊണ്ട് ലോക രാജ്യങ്ങളിലെ ഏറ്റവും പ്രധാന നേതാക്കളടക്കം രംഗത്ത് വരുന്നുണ്ട്. കേന്ദ്ര ധനമന്ത്രി അടക്കം വിദേശയാത്രയൊക്കെയും മാറ്റിവെച്ച് ഈ ഇന്ത്യയിലേക്ക് മടങ്ങിയതായുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഈ മരിച്ചവരുടെ കുടുംബങ്ങൾക്കടക്കം അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിവിധ ലോക നേതാക്കളടക്കം രംഗത്ത് വരുന്നത്. ഏറ്റവും ഞെട്ടലുണ്ടാക്കുന്ന സംഭവം എന്ന് ലോക നേതാക്കൾ ഇതിനെ അനുസ്മരിക്കുകയാണ്. എന്തായാലും കനത്ത സുരക്ഷയിൽ തന്നെയാണ് പഹൽഗാം ഇപ്പോൾ പോകുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾ ശ്രീനഗറിൽ ആരംഭിക്കുമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. സൈന്യവും അതോടൊപ്പം പോലീസും ചേർന്നുകൊണ്ടുള്ള ഒരു തിരച്ചിൽ ഈ ഭീകരവാദികൾക്കായി നടന്നു വരികയാണ്. കനത്ത സുരക്ഷയിലാണ് പഹൽഗാം ഇപ്പോൾ ഉള്ളത്. തീർച്ചയായും സ്വാതി, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് 27 പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവരുടെ മൃതദേഹങ്ങൾ ശ്രീനഗറിൽ എത്തിക്കും. അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. അതിനുശേഷമായിരിക്കും ഇവരെ സ്വദേശങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാതി, ഇത്തരത്തിലൊരു വലിയ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ മുതൽ തന്നെ വലിയ രീതിയിൽ ഉയർന്നു കേൾക്കുന്ന ഒരു വിഷയമായിരുന്നു പഹൽഗാം പോലെ ഇത്തരം ആളുകൾ ഒത്തുകൂടുന്ന ഒരു വിനോദസഞ്ചാര മേഖലയിൽ ഏർപ്പെടുത്തിയ സുരക്ഷയിലെ വീഴ്ചകളെ പറ്റിയെല്ലാം. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ പ്രധാനമന്ത്രി സൗദിയിൽ നിന്ന് തിരിക്കുമെന്നാണ് ലഭിച്ച വിവരങ്ങൾ. ഇന്ന് രാവിലെയോട് കൂടി ഇന്ത്യയിൽ അദ്ദേഹം എത്തുമെന്നാണ് ലഭിച്ചിരുന്ന വിവരങ്ങൾ. എങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം? ഒപ്പം തന്നെ നിലവിൽ ആശുപത്രിയിൽ ആക്രമണത്തിൽ പരിക്കേറ്റ് കഴിയുന്നവരുടെ നില നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും സ്വാതി? ഈ പരിക്കേറ്റവരുടെ എല്ലാവരും തന്നെ ആശുപത്രിയിൽ തുടരുന്ന സാഹചര്യമാണ്. 6ഓളം പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം ഇന്നലെ തന്നെ ഈ സംഭവം അറിഞ്ഞതിന് പിന്നാലെ തന്നെ ഈ ജമ്മു കാശ്മീർ പോലുള്ള ഏറ്റവും പ്രധാന കേന്ദ്രം
വിനോദസഞ്ചാര മേഖലയാകുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ എത്തുന്ന സ്ഥലമാണ്. ഈ ദൃശ്യങ്ങളൊക്കെയും പുറത്തു വരുമ്പോൾ ഒരു പുൽമേടാണ് അത് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ പുൽമേട്ടിൽ വലിയ വിദൂരമായി കിടക്കുന്ന ഒരു സ്ഥലത്താണ് വലിയ തരത്തിൽ ആക്രമണം ഉണ്ടാകുന്നത്. ഇതിൽ വലിയ സുരക്ഷാ വീഴ്ചയുണ്ട് എന്നുള്ള ആരോപണം ഇതിനോടകം തന്നെ ശക്തമാകുന്നുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരെ എത്തരം സുരക്ഷയാണ് വിദേശികൾ ഉൾപ്പെടെയുള്ളവർ ഈ മരണപ്പെട്ട ഒരു സാഹചര്യത്തിൽ കൂടി ഈ സുരക്ഷാ വീഴ്ച തന്നെ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമാണ്. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ഈ പുൽമേട്ടിൽ ഈ വലിയൊരു അപകടം ഉണ്ടായത്. വലിയ നിലവിളികളോടെയായിരുന്നു ഈ കൊല്ലപ്പെടുന്നവർ വലിയ നിലവിളികൾ ഉയർത്തുന്നതും അതോടൊപ്പം ഈ ഭീകരവാദികൾ ഈ മനുഷ്യരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് വെടിവെക്കുന്ന അടക്കമുള്ള ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തു വന്ന സാഹചര്യമുണ്ട്. വിനോദസഞ്ചാരികളെ സംബന്ധിച്ചും ഒട്ടും പ്രതീക്ഷിക്കാതെ ഉണ്ടായ ഒരു ഭീകര ആക്രമണം തന്നെയായിരുന്നു ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഓടി രക്ഷപ്പെടുമ്പോൾ പോലും വിദൂരത്തു നിന്നും പലരെയും വെടിവെച്ച് വീഴ്ത്തുന്ന ഏറ്റവും ദാരുണമായ സംഭവങ്ങളിലേക്ക് തന്നെയാണ് പെഹൽഗാം കഴിഞ്ഞ ദിവസം പോയിട്ടുള്ളത്. ഈ മറ്റ് നിരവധി പേരെ തിരിച്ചറിയുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. എന്നിരുന്നാലും മരിച്ചവരുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീ അടക്കം ഉണ്ട് എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ഈ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഈ ആരൊക്കെയാണ് മരിച്ചത് എന്നുള്ള സ്ഥിരീകരണം ഉൾപ്പെടെ ഇനിയും വരേണ്ടതായിട്ടുണ്ട്. സൈനിക വേഷത്തിലെത്തിയ ഭീകരർ 40ഓളം വരുന്ന വിനോദസഞ്ചാരികൾക്ക് നേരെയായിരുന്നു ഇന്നലെ വെടിവെച്ചിട്ടുണ്ടായിരുന്നത്. നിരവധി പേർ വെടിയേറ്റ് വീണു. ആളുകൾ ഒക്കെയും രക്തത്തിൽ കുളിച്ച് നിശ്ചലരായി കിടക്കുന്ന ഹൃദയഭേദമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് ഈ പെഹൽഗാമിൽ നിന്നും കഴിഞ്ഞ ദിവസം ഉണ്ടാകുന്നത്. പെഹൽഗാം ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ്. പെഹൽഗാം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ്. അവിടെ തന്നെ ബൈസാരനും അതോടൊപ്പം പച്ചപ്പ് നിറഞ്ഞ വലിയ പുൽമേടാണ് ഈ ബൈസാരൻ എന്ന് പറയുന്നത്. മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് തന്നെയാണ് ബൈസാരനെ വിശേഷിപ്പിക്കുന്നത്. ഈ പുൽമേടുകളിലേക്ക് കാൽനടയായോ കുതിരപ്പുറത്തോ ഒക്കെ മാത്രമാണ് എത്താൻ കഴിയുക. അതോടൊപ്പം തന്നെ ഈ പരിക്കേറ്റവരെ രക്ഷപ്പെടുത്താൻ ഹെലികോപ്റ്ററെ അടക്കം ആശ്രയിക്കേണ്ടി വന്നതും അതുകൊണ്ട് തന്നെയാണ്. ഹെലികോപ്റ്റർ എത്തിച്ചേരുന്നതിന് മുമ്പ് പരിക്കേറ്റവരെ അവിടുത്തെ ലോക്കൽസ്, അവിടുത്തെ പ്രദേശവാസികൾ ചേർന്നുകൊണ്ട് ഈ കുതിരപ്പുറത്തടക്കമാണ് ആശുപത്രിയിൽ എത്തിച്ചത് എന്നുള്ള വലിയ അത്തരം സൂചനകളും ഒക്കെയും തന്നെ നേരത്തെ തന്നെ അറിയാൻ കഴിഞ്ഞിരുന്നു. ഈ ടൂറിസ്റ്റ് ഗൈഡുകളും കുതിരക്കാരും ചേർന്ന് പരിക്കേറ്റ വിനോദസഞ്ചാരികളെ തോളിലേറ്റിയും കുതിരപ്പുറത്തേറ്റിയും ഒക്കെയാണ് അടുത്തുള്ള വാഹനമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നത്. ഈ ആക്രമണ വാർത്ത പുറത്തു വന്ന ഉടനെ തന്നെ ഈ പഹൽഗാമിലെ റോഡുകളും തെരുവുകളും ഒക്കെയും വിജനമാകുന്ന സാഹചര്യമുണ്ടായി. വിനോദസഞ്ചാരികൾ അവിടം വിട്ട് മറ്റു സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് നീങ്ങുകയായിരുന്നു. പെഹൽഗാമിലെ ഈ ആക്രമണ സ്ഥലത്തു നിന്നുള്ള ദൃശ്യങ്ങളൊക്കെയും പുറത്തു വരുമ്പോൾ വലിയ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ തീർച്ചയായും സ്വാതി ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ്. ഇത്തരത്തിൽ ഭീകരാക്രമണം നടന്ന പെഹൽഗാമിലെ ദൃശ്യങ്ങളെല്ലാം പുറത്തു വരുമ്പോൾ അത് വലിയ രീതിയിൽ തന്നെ ഭയവും വേദനയും ഉണ്ടാക്കുന്നതാണ്. ജമ്മു കാശ്മീരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര മേഖലയിലാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. നിലവിൽ സ്വാതി നൽകിയ വിവരങ്ങൾ അനുസരിച്ച് ഔദ്യോഗികമായി 27 പേരുടെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ശ്രീനഗറിൽ നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാതിയാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.